നമസ്കാരം, ധനേഷാണ്. വീണ്ടും ഉദയം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ വാച്ച് 3യെ കുറിച്ചുള്ള റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഒരല്പം പിന്നിലോട്ട് പോകാം. എനിക്ക് സ്മാർട്ട് വാച്ചിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് തന്നെ നമുക്കിവിടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ബാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ആഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര മിലിറ്ററി ഗ്രേഡ് കോമ്പണൻസ് ആണ് ഉപയോഗിക്കുന്നത്. 7 ദിവസത്തോളം ചാർജ് ഉണ്ടാവും. അതൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അട്രാക്റ്റായി ആദ്യത്തെ ബാൻഡ് വാങ്ങി. സംഭവം കൊള്ളാം. അപ്പോൾ എന്താ അടുത്തതിലോട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്തു. അപ്പം ജാർവിസ് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ് പിന്നെ വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ് ഹുവാവേയുടെ വാച്ച് 2. അപ്പം ഈ വാച്ച് 2 കംപ്ലീറ്റ്ലി ആൻഡ്രോയിഡ് വെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് വെരി നൈസ്. കാരണം നമുക്ക് സ്പീക്കർ വഴി കോൾ ആൻസർ ചെയ്യാം, ഇൻബിൽറ്റ് GPS ഉണ്ടായിരുന്നു. എല്ലാം സംഭവമൊക്കെ ഓക്കാണ്. പക്ഷേ കുറേയേറെ ചലഞ്ചസും ഉണ്ടായിരുന്നു. കാരണം ഹുവാവേയുടെ ആപ്പ് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. നമ്മൾ വാക്ക് ചെയ്യണതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്, നമ്മളിപ്പം ത്രെഡ്മില്ലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അപ്പം അതൊക്കെ ആക്യുറേറ്റ് ആയിട്ട് അത്രയ്ക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻ എ റോങ് എൻവയോൺമെൻറ്റ്, ലൈക്ക് സാംസങ് ബേസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് ഞാൻ എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ ആപ്പിൾ ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും ഇത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പം എൻ്റെ ഒരു റിയൽ സ്മാർട്ട് വാച്ച് പർച്ചേസ് എന്ന് പറയുമ്പം ലൈക്ക് ഓഫ് കോഴ്സ് ജാർവിസ് ഹുവാവേ വാച്ച് 2 ഇറ്റ്സ് സ്മാർട്ട് വാച്ച്. എന്നാലും ശരിക്കും ഒരു സാംസങ്ങിൻ്റെ ആക്റ്റീവ് വാച്ച് വാങ്ങിയപ്പോഴാണ് എൻ്റെ ഇക്കോസിസ്റ്റവും ആക്റ്റീവ് വാച്ചും കൈൻഡ് ഓഫ് സിങ്സ്. കാരണം എൻ്റെ നോട്ട് 3 ആയിരുന്നു, പിന്നെ നോട്ട് 5 ആയി. അപ്പം സാംസങ് നോട്ടിൻ്റെ കോമ്പാറ്റബിലിറ്റി ഉണ്ട്. പിന്നെ TV സാംസങ്ങിൻ്റെ സ്മാർട്ട് TV ആയിരുന്നു. സോ അപ്പം ആ ഒരു കോമ്പാറ്റബിലിറ്റി തന്നെ ഒരു വലിയ പ്ലസ് ആണ്. 1.1 ഇഞ്ച് ഡിസ്പ്ലേ, സൂപ്പർ അമോലെഡ് ടച്ച് സ്ക്രീൻ. പിന്നെ വാച്ചും കാണാൻ വളരെ നല്ലതാണ്. വർക്ക്ഔട്ട് ട്രാക്കിംഗ്, മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ട്. 0.75 GB റാം, 4 GB മെമ്മറി, ഡ്യുവൽ കോർ 1.15 GHz പ്രോസസ്സർ. സാംസങ്ങിൻ്റെ വെയർസ് എല്ലാം ഡിസൈൻ OSലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് LTE വേർഷൻ വേണമെന്ന് തോന്നിയില്ല. ബിക്കോസ് eSIM സപ്പോർട്ട് ചെയ്യുന്നതാണ് LTE വേർഷൻസ്. ഞാനത് വാങ്ങിയത് US വെച്ചിട്ടാണെങ്കിലും ഐ വാസ് തിങ്കിങ് ഇറ്റ് ലോങ് ടേം. അപ്പം ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു അസംഷനിലാണ്. ഇപ്പം എയർടെലൊക്കെ കൊടുത്തു തുടങ്ങിയെങ്കിലും തിങ്സ് വർ ഗുഡ്. പക്ഷെ എല്ലാം റോസസ് ആൻഡ് ആപ്പിൾസ് ആവണമെന്നില്ലല്ലോ അല്ലേ. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5 ATM വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസിൽ IP68 റേറ്റിംഗും ആയിരുന്നു. വിച്ച് മീൻസ് യു ക്യാൻ സ്വിം വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡസ്റ്റ് പ്രൂഫ്. ഞാൻ സ്വിം ചെയ്യുമ്പോൾ ലാബ് കൗണ്ടും കാലറി ബേൺ ചെയ്യുന്നതും കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. തടി ഉറയ്ക്കാനാണ്, അല്ലാതെ അഹങ്കാരം കൊണ്ടിട്ടല്ല. സോ ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും വാച്ച് കെട്ടിയിട്ടാണ് സ്വിം ചെയ്യാറ്. ഇറ്റ് വാസ് ഗോയിങ് ഗുഡ് അൺടിൽ ഞങ്ങളൊരു കുഞ്ഞു ട്രിപ്പിന് പോയി മഹീന്ദ്രയുടെ ഒരു റിസോർട്ടിൽ. ആൻഡ് അവിടെ സ്വിം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഷുഡ് ഐ ബി വെയറിങ് ഇറ്റ് ഓർ നോട്ട് വെയറിങ് ഇറ്റ്, ആൻഡ് നോട്ട് വെയറിങ് ഇറ്റ് നോട്ട് വെയറിങ് ഇറ്റ്. ഫൈനലി ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ വെയർ ഇറ്റ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ പൂൾ. സംഭവം ഔട്ടായി. കംപ്ലീറ്റ് ചാർജിങ് നിന്നു. പിന്നെ വാറണ്ടി ഇല്ലാത്ത കാരണം പോയി. തീർച്ചയായും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് പെയിൻ ഫോർ മീ. പിന്നെ ഒരു പുതിയൊരെണ്ണം വാങ്ങണമെന്ന് എനിക്ക് അപ്പോൾ തോന്നൽ പോലും ഇല്ലായിരുന്നു. അഗെയിൻ വെയിറ്റ് ഇങ്ങനെ കൂടി വരുന്നു. സോ ഐ തോട്ട് ഓക്കെ ഐ ഷുഡ് ഡു സംതിങ്. അപ്പോഴാണ് ഞാൻ ഹുവാവേയുടെ GT2 വാങ്ങിയത്. ഹുവാവേയുടെ GT2 വാങ്ങിയതിൻ്റെ ഒരു റീസൺ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇൻബിൽഡ് GPS എന്തായാലും നിർബന്ധമായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ക്യാരി മൈ ഫോൺ വൈൽ ഗോയിങ് ഫോർ എ വാക്ക്. മറ്റ് സാധാരണ വാച്ചസ് എന്താ ചെയ്യുന്നുണ്ട്, നമ്മളെ ഫോണിൻ്റെ GPS ടീത്തർ ചെയ്തിട്ടാണ് കിലോമീറ്റേഴ്സും പോയ പാത്തും ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പം ഇവൻ അങ്ങനെയല്ല, ഇവന് സ്വന്തമായിട്ട് GPS ഉള്ളത് കാരണം സോ ക്യാൻ ഡു തിങ്സ് ബൈ ഇറ്റ്സെൽഫ്. ഈ ഹുവാവേയുടെ വാച്ചിൻ്റെ ഒരു ചലഞ്ച് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഹുവാവേയുടെ ഒരു ബ്രാൻഡാണ് ഓണർ എന്ന് പറയുന്നത്. അപ്പം ഓണർ മാജിക് വാച്ച് 2ഉം ഹുവാവേയുടെ GT2 തമ്മിൽ ടെക്നിക്കലി ദർ ഇസ് നോ ഡിഫറൻസ്. ഓക്കെ, എന്തോ ഒരു മൈനർ ഡിഫറൻസ് ഉണ്ട് വിച്ച് ഐ ഡോണ്ട് റിമെമ്പർ. അപ്പം അല്ലാതെ നമ്മൾ സെയിം ആപ്പിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്, സെയിം കൈൻഡ് ഓഫ് കേപ്പബിലിറ്റിയാണ്, എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ഐ റിട്ടേൺ ടു ഹുവാവേ. പിന്നെ ഞാൻ ഓണർ വാങ്ങി. ഓക്കെ, ഓണറിൻ്റെ മാജിക് വാച്ച് 2 വന്നു.
അപ്പോൾ തൊട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഐ മീൻ ട്രാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്, കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോയുമായിട്ട് ഫോൺ സിങ്ക് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ കോള് വരുന്നത് യു എൻഡ് അപ്പ് ടേക്കിംഗ് ഇൻ യുവർ വാച്ച്. അപ്പം പലപ്പോഴും ഈ സാംസങ്ങും ഈ വാച്ചും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ബട്ട് ദെൻ ആൻഡ്രോയിഡ് ഓട്ടോ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും കോൾ ഇതിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ നീഡ് ടു ടോക്ക് ടു ദിസ് ആൻഡ് ദർ ഇസ് എ പാരലൽ റണ്ണിങ് സോങ്, അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പം എനിക്ക് ടെക്നിക്കലി അത് യൂസ് ചെയ്യാൻ പറ്റാതെ തന്നെ ആയി. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് അറിയില്ല, ഇച്ചിരി ബമ്പി ആയിട്ടുള്ള റോഡാണ്. അപ്പം സാംസങ്ങിലും ഈ സെയിം പ്രശ്നമുണ്ട്, ഇല്ലയെന്നല്ല. ബട്ട് ദെൻ സാംസങ് കുറച്ചുകൂടെ ബെറ്ററാണ് ഇത് അനലൈസ് ചെയ്യുന്നതിന്. ഓരോ പ്രാവശ്യം ഈ ബൈക്ക് ഓടിച്ചിട്ട് വരുമ്പോൾ ഇത് ഓക്കെ, യു ഹാവ് ഡൺ എൻ എക്സലൻറ്റ് ജോബ് റൈഡിങ് എ ബൈസൈക്കിൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ കാലറീസും കാര്യങ്ങളൊക്കെ ഇത്. പിന്നെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബേസിക്, ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. ഐ എം സോ യൂസ് ടു സാംസങ് ഹെൽത്ത് ആപ്പ് എന്ന് പറയുന്നത് വളരെ പ്രോപ്പറാണ്. നോട്ട് ഓൺലി ബിക്കോസ് ഫ്രം എൻ ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവ് ഞാൻ എൻ്റെ ട്രാക്കിങ്ങിനും, അതായത് ഡോക്ടേഴ്സിനെ കാണുമ്പം ഞാൻ എൻ്റെ BP ചെക്ക് ചെയ്ത് എൻ്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് എൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെ എനിക്ക് എപ്പോഴും റെഫറൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് സാംസങ്ങിൻ്റെ ഹെൽത്ത്. അപ്പോൾ ഞാനത് ഭയങ്കര യൂസ്ഡ് ആയിരുന്നു. സോ ദർ വാസ് നോ കോമ്പാറ്റബിലിറ്റി ഫോർ ദാറ്റ്. സോ ഞാൻ ഉപയോഗിച്ചില്ല. ഐ കെപ്റ്റ് ഇറ്റ് ദർ ആൻഡ് സ്റ്റാർട്ടഡ് ഗോയിങ് ബാക്ക് ടു മൈ ഓൾഡ് മെക്കാനിക്കൽ ഫോസിൽ. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള, എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്നൊരു ആളാണ് ഈ ഫോസിൽ വാച്ച്. ഒരിക്കലും ഒരു പ്രശ്നമില്ല, അത് ഓടിക്കൊണ്ടേയിരിക്കും, മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ മൈ ബ്രദർ ഓഫേർഡ് മീ ഗെറ്റ് എ ഗിഫ്റ്റ് ബിക്കോസ് ഹി ഗോട്ട് എ ന്യൂ ജോബ്. അപ്പം ഗെറ്റ് എ ഗിഫ്റ്റ്, ഐ പേ ഫോർ ഇറ്റ്. അപ്പം ആപ്പിൾ വാച്ച് വാസ് ഡെഫിനറ്റ്ലി നോട്ട് കമ്പാറ്റബിൾ. ഐ ഹാവ് മൈ പ്രോബ്ലംസ്. അപ്പം പിന്നെ ഉള്ള ഓപ്ഷൻസ് തന്നെ വളരെ കുറവായിരുന്നു. കാരണം I can only choose between Samsung or some Wear OS powered ആയിട്ടുള്ള കുറച്ച് വാച്ചസ്. അതിൽ Wear OS powered ആയിട്ടുള്ള വാച്ചസ് വളരെ കുറവാണ്, എക്സെപ്റ്റ് ഫോസിലിൻ്റെ റിവ്യൂസൊക്കെ വളരെ നല്ലതാണ്. സോ ആൻഡ് ഇറ്റ് ഈസ് അറൗണ്ട് 22K. ഞാൻ ഏതാണ്ട് 1.5 years അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് 1 year. 1.5 is too much. 1 year ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ടോ, അവർ അത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് മെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് നമ്മളെ ദീപാവലി സെയിൽസ് വന്നപ്പോഴോ അല്ലെങ്കിൽ പ്രൈം സെയിൽസ് വന്നപ്പോഴോ ഒന്നും മാറ്റം വരാതെ മെയിൻറ്റെയിൻ ചെയ്തത് ഫോസിൽ വരെ മാത്രമായിരുന്നു. അപ്പോഴാണ് ഞാൻ വാസ് തിങ്കിങ്, ഓക്കെ, വൈ ഷുഡ് ഐ ഗോ ഫോർ സാംസങ് വാച്ച്, സാംസങ് ആക്റ്റീവ് 2 ഓർ വാച്ച് 3. ആക്റ്റീവ് ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് ആക്റ്റീവിൻ്റെ പ്രോബ്ലംസ് അറിയാം, അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് അറിയാം. സോ ദെൻ ഐ തോട്ട് അബൌട്ട് വാച്ച് 3. എന്തുകൊണ്ട് വാച്ച് 3 എടുക്കുന്നില്ല? അപ്പോഴാണ് എനിക്ക് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് മനസ്സിലായത്. സോ വാച്ച് 3 ഇറ്റ്സ് എ ക്ലാസി വാച്ച്. അപ്പം നമ്മളൊരു ഗെയിം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണിന് വരുന്നതിനേക്കാളും നമ്മളൊരു കൈൻഡ് ഓഫ് ഡ്രസ്സിനോട് മാച്ച് ആവുന്ന തരത്തിലുള്ള വാച്ചാണ്. ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ഓർ ബാഡ് ഇറ്റ് ഈസ്, ബട്ട് ദെൻ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഇൻബിൽഡായിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ECG മോണിറ്റർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇത് ഇന്ത്യയിൽ ഇതുവരെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ബട്ട് ദെൻ ദർ ഇസ് എ വേ, ഐ മീൻ ദർ ഇസ് എ വേ ടു ആക്ടിവേറ്റ്. ഞാനത് വരുമ്പോൾ പറയാം. സാംസങ് വെയറബിളിൻ്റെ എന്താ പറയുക, ഒരു ടിസൺ OS റൺ ചെയ്യുന്ന ഒരു ബെറ്റർ വാച്ച്. ഓക്കെ, അപ്പം ഞാൻ വാങ്ങിയത് 45mm ബ്ലൂടൂത്ത് വെർഷനാണ്. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് കൺവിൻസ് വൈ ഐ ഷുഡ് ഗോ ഫോർ എൻ LTE 1GB RAM ആണ്. അത് ഈ ഒരു വ്യത്യാസമുണ്ട് വാച്ചും വാച്ച് 3 തമ്മിൽ. വാച്ച് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ വാച്ച് ഇസ് 1.5GB RAM. മേ ബി അവർക്കത് റിയലൈസ് ആയി കാണും ദാറ്റ് 1GB തന്നെ മതിയാവും എന്നുള്ളത്. പിന്നെ ഡ്യുവൽ കോർ 1.15 GHz പ്രോസസർ. ഇറ്റ് ഇസ് അക്രോസ്, ഐ മീൻ എല്ലാ വെയറബിൾസിൻ്റെയും സ്റ്റാൻഡേർഡായിട്ട് 1.15 GHz പ്രോസസർ വാച്ചസിൻ്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ വയർലെസ് ചാർജിങ്, വാട്ടർ ആൻഡ് റെസിസ്റ്റൻസ്, അതിപ്പോഴും എനിക്ക് ഒരു സേഫ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ഐ മീൻ ഐ സ്റ്റിൽ വിൽ ടേക്ക് ഇറ്റ് ഓഫ് വെൻ ഐ സ്വിം. ബട്ട് ദെൻ സ്പ്ലാഷസ് ഒക്കെ ഇറ്റ് ഹാൻഡിൽ വെൽ. ഇനി ഇന്ത്യൻ ഒരു റിവ്യൂ പോയിന്റ് ഓഫ് വ്യൂ, ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റപ്പ് വാസ് വെരി ട്രബിൾസം. കാരണം നമുക്ക് ഇന്ത്യൻ റീജിയൻ തന്നെ അതിൽ കാണിക്കുന്നില്ല. സോ ഐ വാസ് കൺഫ്യൂസ്ഡ്. ഐ മീൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇന്ത്യൻ റീജിയൻ കാണുന്നേ ഇല്ല. ദെൻ എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് ഐ സെറ്റ് ഇറ്റ് അപ്പ് ആസ് എ കുവൈറ്റ് റീജിയൻ. പിന്നെ അത് നമ്മളെ ഫോണിലോട്ട് സിങ്ക് ചെയ്യുമ്പം ഇറ്റ് വർക്ക്സ് വെൽ. അടുത്തത് BP ആൻഡ് ECG മോണിറ്ററാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇന്ത്യയിലില്ല. ഐ തിങ്ക് എക്സെപ്റ്റ് സൗത്ത് കൊറിയ വേറെ ഒരിടത്തും തന്നെ ഇല്ല.
അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പം പക്ഷേ സാംസങ് ഹെൽത്ത് മോണിറ്റർ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ APK കിട്ടും. APK ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യു കുഡ് എനേബിൾ ഓൾ ദിസ് ഫീച്ചേഴ്സ്. പിന്നെ എനിക്ക് ഈ വാച്ചിൻ്റെ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് അനലൈസർ, ഐഡിൽ ടൈം ഡിറ്റക്ടർ GT2ലും ഓണറിലും ഉണ്ട്, പക്ഷേ അതിനൊന്നും കോൺഫിഗറബിൾ ആയിരുന്നില്ല. അപ്പം ദിസ് ഇസ് കോൺഫിഗറബിൾ. പിന്നെ ഒത്തിരി എക്സസൈസിങ് മോഡ്സ്, ഓട്ടോമാറ്റിക് എക്സസൈസിങ് ഡിറ്റക്ഷൻ, മറ്റത് ഇറ്റ് ഡിറ്റക്ട്സ് ബട്ട് ദെൻ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വൽ. പിന്നെ SpO2, കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓക്സിജൻ ലെവൽ മോണിറ്ററിങ് എന്തൊരു ഇമ്പോർട്ടൻസ് ആണെന്ന്. പക്ഷെ ഞാൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തതിനേക്കാളും ഞാൻ എൻ്റെ ഫോണിലുള്ള സെൻസറിൻ്റെ കേപ്പബിലിറ്റിയാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫിംഗർ ഡയറക്റ്റായിട്ട് ആ സെൻസറിൽ കൊടുക്കുന്ന കാരണം അതിൻ്റെ റിഫ്ലക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മോസ്റ്റ്ലി ഫോണാണ് ഉപയോഗിക്കുന്നത്. ബാക്കി സാംസങ് ഹെൽത്ത് ആപ്പിനോ ഇൻ്റഗ്രേഷൻ വാസ് ബെസ്റ്റ്. ഓക്കെ. പിന്നെ ഇനി ആക്റ്റീവും വാച്ച് 3യും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, വാച്ച് 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസി ലുക്കാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലാസിക് ലെതർ സ്ട്രാപ്പാണ്. പിന്നെ എന്താ പറയുക, ഫ്ലോർ കൗണ്ട് ഇല്ല. മറ്റതിൽ ആക്റ്റീവിൽ ഫ്ലോർ കൗണ്ട്, നമ്മൾ ഈ സ്റ്റെപ്സ് കയറുമ്പോൾ ഒരു ഫ്ലോർ കൗണ്ട് 10 floors ആണ് മിനിമം സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. അപ്പം അതില്ല. പിന്നെ ഒരു റഗഡ് ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മളെ ആ സ്വെറ്റ് പ്രൂഫ്നെസ് ഉണ്ടാവുക, കാരണം ആ ഒരു സ്ട്രാപ്പ് ലെതർ ആയത് കാരണം ആ ഒരു റഗഡ്നെസ് ഫീൽ ചെയ്യില്ല. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫ്ലെംസി. ബട്ട് ദെൻ ദി ആക്ച്വൽ വാച്ച് വളരെ നല്ലതാണ്. ആക്ച്വൽ വാച്ച് വളരെ ബെറ്ററുമാണ്. ഓക്കെ, ഇനി എല്ലാം നല്ലതാണോ? ഓബിയസ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം എനിക്ക് തോന്നിയ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഫ്രം എ റിവ്യൂ പെർസ്പെക്റ്റീവ്, വാച്ച് ഇസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ബാറ്ററി സ്റ്റിൽ നോട്ട് ഓപ്റ്റിമൽ. എനിക്കൊരു one day and a half മാക്സിമം, 24 hours and a day and a half. Maybe like 24 plus 6 hours അത്രേ അത് പോകുന്നുള്ളൂ. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ മോട്ടോർ സൈക്കിൾ റൺ ചെയ്യുമ്പോൾ ഇപ്പം ബൈക്ക് റൈഡ് ചെയ്തതായിട്ട് കാണിക്കും. ദാറ്റ് ഈസ് ദെയർ. I don't know who will ride a bicycle at 60-70 km/h. അപ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു ചെക്ക് സാംസങ്ങിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ബട്ട് ദെൻ ഇറ്റ് ഡസൻറ്റ്. പിന്നെ ചാർജറിൽ മാഗ്നറ്റിക് ആണെങ്കിലും ഇറ്റ് ഡസൻ ഗിവ് ദാറ്റ് ആ ഒരു ക്ലിക്ക് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്ലിക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ആ ഒരു ഇറ്റ് ഡസൻ ഫിറ്റ് ഇൻ. അപ്പോൾ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് അത് വെച്ചില്ലെങ്കിൽ ചാർജിങ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഓഫ് കോഴ്സ് ടിസൺ ആണ്. അപ്പം ഇടയ്ക്കൊരു ന്യൂസ് ഞാൻ എവിടെയോ വായിച്ചു, സാംസങ് ഡിച്ചിങ് ടിസൺ, പിന്നെ അവർ ഇതിലോട്ട് മൂവ് ചെയ്യാണ്, വേറെ ഓസിലോട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെ വരുവാണെങ്കിൽ അപ്പോൾ എൻ്റെ നോർമൽ പ്രോസസ് ഓഫ് ഹാവിങ് എ സ്മാർട്ട് ഡിവൈസ് ഓർ ഇലക്ട്രോണിക് ഡിവൈസ് അറ്റ്ലീസ്റ്റ് ഫോർ 2-3 years. ഓക്കെ. അപ്പോൾ ഞാൻ ഫോൺ വാങ്ങുമ്പോഴായാലും എപ്പോഴും ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോകും. ഐ നോർമലി ടെൻഡ് ടു ബൈ ദ ലേറ്റസ്റ്റ് വൺ. ഒക്കെ റീസൺ വേറൊന്നും കൊണ്ടല്ല, കാശുള്ളതുകൊണ്ടൊന്നുമല്ല. ഐ ഓൾവേസ് ബൈ ദ ലേറ്റസ്റ്റ് വൺ സോ ദാറ്റ് അടുത്തൊരു 2-3 years അല്ലെങ്കിൽ 4 years എക്സ്പയർ ആവാതിരിക്കുക. ഇപ്പം എൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ സർഫേസ് ബുക്ക് ആയാലും ശരി, അത് മാറ്റിയപ്പോൾ ഇപ്പം HP ആയാലും ശരി, ഇറ്റ് ഇസ് ഓൾ ദി ലേറ്റസ്റ്റ്. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്നത് അതിൻ്റെ ആ ഒരു you still feel it very relevant even after 2-3 years. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാത്ത റീസണും അതാണ്. സോ ദർ ആർ ഫ്യൂ സട്ടിൽ തിങ്സ് ലൈക്ക് OnePlus Pro 9 Pro അഡാപ്റ്റ് ചെയ്യാത്തുള്ള കാരണം അതിൻ്റെ 5G ആൻറ്റനാസ് സ്റ്റിൽ നോട്ട് ഗുഡ്. അപ്പം നമ്മൾ ഇന്ത്യൻ ഇതിൽ വരുന്നില്ല, US വരുന്നത്. പിന്നെ S21, S20 ഇവരെല്ലാം ഇന്ത്യയിൽ സാംസങ്ങിൻ്റെ S21, Note 20 ഇവരെല്ലാം നമുക്ക് തരുന്നത് എക്സിനോക്സും അവർക്ക് കൊടുക്കുന്നത് സ്നാപ്ഡ്രാഗണുമാണ്. അപ്പം ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് ഉള്ളത് കാരണം ഐ എം നോട്ട് ഏബിൾ ടു അപ്ഗ്രേഡ്. ഐ റിയലി വോണ്ട് ടു അപ്ഗ്രേഡ് ഇറ്റ്, പക്ഷേ വിത്തൗട്ട് എ പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഐ ഡോണ്ട് വോണ്ട് ടു അപ്ഗ്രേഡ് ഇറ്റ്. ആൻഡ് ഞാൻ ഒരിക്കലും അങ്ങനെ വാങ്ങാൻ വേണ്ടി ദോ ഐ ആം വെരി ഈഗർ ടു ബൈ തിങ്സ്, പക്ഷേ വാങ്ങാൻ വേണ്ടി ഒരിക്കലും വാങ്ങുന്ന ഒരാളല്ല. ഐ ഡു എ ലോട്ട് ഓഫ് റിസർച്ച്. ഓക്കെ. പിന്നെന്താ, സോ ഫാർ ഐ ലവ് ദ വാച്ച്. ഞാൻ എൻ്റെ ഫർദർ പെർഫോമൻസിനെ കുറിച്ച് കീപ് യു പോസ്റ്റഡ്. So stay tuned and subscribe if you haven't already. Have a safe time, especially Corona around, and keep yourself positive.
Thank you so much for watching. And if you want to read the English transcript, please go to my blog. I've given it in the description below, and you will find the exact transcript of whatever I'm talking here, in the blog. Okay, thank you so much again. And this is Danesh signing off from Udayam channel. Have a nice day. Thank you. Thank you.